കീനോ ബേബി ഇത്രയും വലിയൊരു ലെസൺ തന്നിട്ട് നിങ്ങൾ എല്ലാവരോടും പറയാണ്ടിരുന്നെങ്കിൽ അത് മോശമല്ലേ. ഈ മുതല് ഇന്ന് സ്റ്റെയർ കേസ് കയറാൻ പഠിച്ചു. അപ്പൊ ഭയങ്കര സ്പീഡിലാണ് ഇപ്പൊ സ്റ്റെയർ കേസ് കയറില്ല. അമ്മ കയറുമ്പോൾ ബാക്കിൽ അങ്ങോട്ട് ഓടിപ്പോവും. അപ്പൊ നമുക്ക് പേടി ഇനി നമ്മളില്ല ആ സമയത്ത് എങ്ങാനും കയറി പോയി കഴിഞ്ഞാൽ ഉരുണ്ട് വരണ്ട് വീഴുന്നുള്ളത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, കയറുന്ന സ്ഥലത്ത് കുറച്ച് സ്റ്റൂളുകളൊക്കെ വെച്ച് ലോക്ക് ചെയ്തു, ആൾക്ക് കയറാൻ പറ്റാത്ത രീതിയിൽ. അതേ നമ്മൾ നമ്മുടെ പണിയിൽ ബിസിയായി. കുറച്ചും കഴിഞ്ഞപ്പോ ആളെ കാണാനില്ല. നോക്കുമ്പോൾ ആള് മുകളിൽ എത്തിയിട്ടുണ്ട്. സംഭവം വേറെ ഒന്നുമില്ല, ഹാൻഡിലിന്റെ സൈഡിൽ ചെറിയ ഓട്ടയുണ്ട്. ഇവന് കയറാൻ പറ്റും നമുക്ക് ഒരിക്കലും വിചാരിക്കാൻ പറ്റില്ല. പക്ഷെ ഇവൻ നുഴഞ്ഞു കയറി. അപ്പൊ ഞാൻ ഈ സീൻ കണ്ടില്ല. അപ്പൊ അമ്മ എന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, മുത്തു ഇങ്ങനൊക്കെ ഉണ്ടായി, കീനോ ഇങ്ങനൊക്കെ കയറി. പക്ഷെ എനിക്ക് നിന്നോട് ഒരു കാര്യം പറയാനുള്ളൂ, ലൈഫ് ഇതേപോലെയാണ്. നമ്മൾ ചോദിക്കും ഒരൊറ്റ വഴിയുള്ളൂ എന്നുള്ളത്. നമുക്ക് ആ വഴി അടഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചോദിക്കും തീർന്നതല്ല എന്നുള്ളത്. പക്ഷെ അങ്ങനെയല്ല, ചുറ്റിനും നോക്കുക, നമുക്കുള്ള വഴി ഉണ്ടാവും അവിടെ. കീനോ ബേബി ഇത്രയും വലിയൊരു ലെസൺ തന്നിട്ട് നിങ്ങൾ എല്ലാവരോടും പറയാണ്ടിരുന്നെങ്കിൽ അത് മോശമല്ലേ. മോശമല്ലേ കീനോ? ആ അപ്പൊ കീനോ ബേബിയുടെ വക നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ള ലെസൺ ആണ് കേട്ടോ. ഒരു വഴി അടഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഡസന്റ് മീൻ ഇറ്റ്സ് ദ എൻഡ് അല്ലെ, നമുക്ക് വേറെ വഴിയുണ്ട് അല്ലെ. പറഞ്ഞേ ബൈ ബൈ.